18 രാജ്യങ്ങൾ എഴുതി. ഇസ്രായേൽ, പാലസ്തീൻ, ഈജിപ്ത്, ദുബായ്, വത്തിക്കാൻ, സ്വിറ്റ്സർലൻഡ്, വിയറ്റ്നാം, കംബോഡിയ, ഇപ്പം ലാസ്റ്റ് പോയത്. അതിന് മുമ്പ് ഇന്തോനേഷ്യ, അതിന് മുമ്പ് UK, തായ്ലൻഡ്. ഇങ്ങനെ ഈജിപ്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ഗൈഡ് പറഞ്ഞ് നമ്മൾ സൂക്ഷിക്കണം കേട്ടോ, അവിടെ കളവ് കൂടുതലുണ്ട് കേട്ടാന്ന് പറയും. പ്രയാസം വിയറ്റ്നാം, കംബോഡിയ പോയപ്പോഴാണ്. അവർ സന്തോഷിക്കാവുന്ന സ്ഥലമല്ല അത്. എപ്പോഴും ഫാമിലി ആയിട്ടാണോ പോവാറ് അതോ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടോ? പറ്റത്തില്ല. ഇത് ഞാൻ ഭാര്യ ഞങ്ങൾ ഒരുമിച്ചുള്ള പരിപാടികൾ. 2017 പള്ളിയിൽ നിന്ന് വിശുദ്ധ മഠത്തിൽ പോയി. അത് തുടക്കം. 24 മണിക്കൂറും പണിയെടുപ്പാണല്ല. അതിന് ഒരു മോചനം. ഞാനും സ്വപ്നത്തിൽ കാണാത്തതാണ്. പക്ഷേ എല്ലാം സംഭവം യുഗ കടം മേടിച്ച് പോകരുത്. അത് പിള്ളേർക്ക് ബാധ്യതയാവും. ഉള്ള ജീവിതം കയ്യിൽ കാശുണ്ടെങ്കിൽ എൻജോയ് ചെയ്യുക. ഒരു ഗൂഗിൾ പേ പോലും ഇല്ലാത്തൊരു കട ഇന്ന് കാണാൻ പറ്റില്ല. പക്ഷെ ആൾക്കാർ സ്റ്റൈലിൽ പോയാൽ മതി. പുള്ളി സാധാരണ നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് വെക്കുന്നത് അതുപോലത്തെ ഭക്ഷണം തരുള്ളൂ. 7 വർഷം കൊണ്ട് 18 രാജ്യങ്ങളാണ് ജോസഫേട്ടൻ ഈ ഒരു ചെറിയ ചായക്കട നടത്തി സന്ദർശിച്ചിട്ടുള്ളത്. 100 വർഷമുള്ള ഈ ചായക്കട ജോസഫേട്ടൻ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയിട്ട് 41 വർഷത്തോളമായി. ഓരോ യാത്രകളും മനസ്സിന് നൽകുന്ന സന്തോഷം അത് വേറെ തന്നെയാണ്. അതിൽ അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. പണിയെടുക്കുക, പണമുണ്ടാക്കുക എന്നതിനപ്പുറം ജീവിതം ആസ്വദിക്കാൻ കൂടിയുള്ളതാണെന്ന്, അത് യാത്രകൾക്ക് കൂടിയുള്ളതാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പോയത് ഇസ്രായേൽ വിശുദ്ധ നാടുകളുള്ളതുകൊണ്ട് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബെത്ലഹം, ഗാബുൽത്തമല, പാതുവ, അസീസി, ഫാത്തിമ, ലൂർദ്, വെനീസ്. ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, കണ്ട സ്ഥലങ്ങൾ. ഏറ്റവും ഇത് വെനീസാണ്. കടലിന് നടക്കാനുള്ള നമ്മൾ ചെന്നിറങ്ങി ആ സ്ഥലം കണ്ടിങ്ങനെ പോരും. ഈജിപ്താണ്, ആ പിരമിഡൊക്കെ കണ്ടിങ്ങനെ പോരും. വേറെ ആരുമായിട്ട് സമ്പർക്കമില്ല. ബഡ്ജറ്റ് ഇപ്പോൾ പിള്ളേർ വരും. പിന്നെ LIC, PRS സൊസൈറ്റിയിൽ ചിട്ടി ചേർന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു മൂലധനമായിട്ട് വന്നു. പിന്നെ ഈ പണിയെടുക്കുന്നതിൻ്റെ ആശയല്ലേ ആളോട് 1 മാസം മുമ്പ് പറയാൻ തുടങ്ങി. ഇന്ന ദിവസം കട മുടക്കാനും. ഞാൻ തുറക്കാൻ കാത്തിരിക്കും. അവർ വരെയും കട തുറക്കുന്ന സമയം 7 മണി 7:30 ആയി. ഒരു 11-12 മണിക്കുള്ളിൽ അടക്കും. ഞാൻ 3:30 കഴിയുമ്പോൾ തുറക്കും. 7 മണിയാകുമ്പോൾ അടക്കും. ഞായറാഴ്ച വെച്ചാൽ ഇത് തലമുറയിട്ട് പോന്നേക്കണം. ഞാൻ ഒറ്റക്കായിട്ട് 41 വർഷം. ഇപ്പം 100 വർഷത്തെ പഴക്കവും പറയാം. ഇവിടുത്തെ സ്പെഷ്യൽ എന്താണ്? പുട്ട്, വാമ്പുട്ട്, അപ്പം കാലത്ത്. ഇത് തലമുറയായിട്ട് പോകുന്ന ഇതാണ്. ഞാനായിട്ട് എന്തിനൊരു മാറ്റം. ഇതാണെങ്കിൽ ആളുകൾക്ക് ഇഷ്ടമാണ്. വാമ്പുട്ടാണെങ്കിലും ആ ഷെൽഫിൽ എഴുതിയിട്ടില്ലേ മറവിയുള്ളവർ കടിയെടുക്കരുതെന്ന്? ചിലരില്ലേ കടിയെടുക്കും. ചിലപ്പോൾ 2 കടിയുണ്ടാവും. ഒരു കടി ഇത് പറയും. ചില ആളുകൾ വന്ന് സപ്ലൈ ചെയ്യും. അവനും ഓർമ്മയുണ്ടാവില്ല, തിന്നവനും ഓർമ്മയുണ്ടാവില്ല. ഈ വചനങ്ങൾ കുറേ എഴുതിയിട്ടുണ്ടായിരുന്നു. മാടയായി വന്നു, കാടയായി പോയി, കടം മാത്രം ബാക്കി. ചില കടം പറ്റിയാൽ ഈ വഴി വരില്ല. ആള് ഇവിടെ വന്നുള്ള പരിചയം. ഞാൻ ഇവിടെ തന്നെ സ്ഥിരം കഴിക്കാറ്. അധികം വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും മുട്ടക്കറി, പുട്ടും പച്ചക്കറിയൊക്കെ ഉണ്ട്. ഗൂഗിൾ പേ പോലും ഇല്ലാത്തൊരു കട ഇന്ന് കാണാൻ പറ്റില്ല. പക്ഷെ ആൾക്കാർ സ്റ്റൈലിൽ പോയാൽ മതി. ചേഞ്ച് തരുവാണെങ്കിൽ പൈസ കുറച്ച് തരും. ഒരുപാട് വെറൈറ്റി ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഫുള്ളും ഗോതമ്പൂട്ടും മുട്ടക്കറിയും കഴിക്കുക. അതാണ് എനിക്കിഷ്ടം. പുള്ളി വരുമ്പോൾ തന്നെ അത് കഴിക്കും. ചില ദിവസം അപ്പം കഴിക്കും. നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് വെക്കുന്നത് അതുപോലത്തെ ഭക്ഷണം തരുള്ളൂ. വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊന്നും കഴിക്കില്ല, ഇവിടെ വന്നേ കഴിയുള്ളൂ. അതുപോലെ പുള്ളിയാണെങ്കിലും വളരെ മാന്യമായിട്ട് സംസാരിക്കുകയുള്ളൂ. നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ട് അവരെ വിടുക എന്നുള്ള ഒരു ഇതല്ല. ഒരാൾ വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടാണ് പുള്ളി വിടുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വരും. ഉള്ള ജീവിതം കയ്യിൽ കാശുണ്ടെങ്കിൽ എൻജോയ് ചെയ്യുക. കടം മേടിച്ച് പോകരുത്. അത് പിള്ളേർക്ക് ബാധ്യതയാവും. ഞാനും സ്വപ്നത്തിൽ കാണാത്തതാണ്. പക്ഷേ എല്ലാം സംഭവം യുഗ ചിലർ നിൽക്കാൻ കൂടുതൽ പോയിരുന്ന ആളുകളുണ്ട്. അത് നമ്മൾ അറിയാതെ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, തമിഴ്നാട് ഏറ്റവും ഇഷ്ടം വേളാങ്കണ്ണിയാണ്. ഞാൻ കുറച്ചൊക്കെ പോകാനുണ്ട്. ജമ്മു കാശ്മീർ, മൈസൂരൊക്കെ, ആന്ധ്ര, ബീഹാറൊക്കെ പോകാനുണ്ട്. അത് പിന്നെ ഇത് തന്നെ നമുക്ക് ഇഷ്ടം. നമ്മൾ മരണ തന്നെ നമ്മുടെ സ്വന്തം ഭൂമി. ഇപ്പോഴത്തെ പിള്ളേർക്കും തലമുറക്കും തല്ലിട്ടോ വിട്ടുപോയാൽ പോയി. ഇനി അടുത്ത് തന്നെ പോകുന്നുണ്ട്. ഇതൊക്കെ ഫാമിലി ആയിട്ട് പോകുള്ളൂ. അതൊക്കെ എന്നെക്കാളും ഭയങ്കര ഇഷ്ടമാണ്. ഭാര്യ സിസിലി, മൂത്തവള് അഞ്ജു, എൻ്റെ ഭർത്താവ് അനൂപ്, പേരക്കിടാവ് അനേയ. പിന്നെ ഇളയവള് അമ്പിളി, അവൾ ടീച്ചറാണ്. കെട്ടിയാൻ ക്രിസ്റ്റഫർ, അവൻ ക്യാപ്റ്റനാണ്. ആര് വന്നാലും സന്തോഷത്തോടെ സ്വാഗതം.